ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് 2002 ആക്ടാണ് കേന്ദ്രം കൊണ്ടുവന്നത്. അത് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയത് 2003 കൺഫർമേഷൻ ആക്ട് പാസ്സാക്കിയതിന് ശേഷമാണ്. ആ ആക്ട് അനുസരിച്ച് ഒരു വർഷം ഒരു സംസ്ഥാനത്തിന് കേന്ദ്രത്തിനും എടുക്കാവുന്ന കടം സംസ്ഥാനത്തിന്റെ GSDPയുടെ 3%. ആ 3%. അതുപോലെ സഞ്ചിത കടം GSDPയുടെ 29%-അകത്ത് നിൽക്കണം എന്നാണ് കണക്ക്. പക്ഷേ കേരളം എന്താണ് ചെയ്തത്? ഈ 3% എടുക്കുന്നത് കൂടാതെ 2 സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസിനെ സൃഷ്ടിച്ചു. അത് 2016-17 മുതലാണ് ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയ കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലിമിറ്റഡ്, കിഫ്ബി ഒന്നാമത്തെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. രണ്ടാമത്തത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്, SSLP, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്. ഇതിൽ കിഫ്ബി എന്ന് പറയുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന് എന്തിനു വേണ്ടി സൃഷ്ടിച്ചതാണ്? മൂലധന ചെലവിന് വേണ്ടി പണം കണ്ടെത്താൻ വായ്പ എടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ഈ കേരള ഇൻഫ്രാസ്ട്രക്ചർ, പേരിൽ തന്നെയുണ്ട്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. അതുവഴി കടമെടുത്തിരുന്നു. രണ്ടാമത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് എന്തിനു കൊണ്ടുവന്നതാണ്? സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാൻ 1600 രൂപ വീതം 58 ലക്ഷം പേർക്ക് കൊടുക്കുന്നു എന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. ആ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. അതാണിപ്പോ 6 മാസം കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. അതിനു വേണ്ടിയാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് എന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും, അങ്ങനെ 2 സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ്. ഇത് രണ്ടും ബോറോ ചെയ്യുന്നത് എന്തിന്റെ മുകളിലാണ്? ഓവർ ആൻഡ് എബവ് ദ നോർമൽ ബോറോയിങ്. അതായത് ബജറ്റിനകത്ത് കടമെടുക്കാവുന്ന 3%, GSDPയുടെ 3% എന്നുള്ളതിന്റെ മുകളിലാണ് ഇത് രണ്ടും തമ്മിലുള്ള കടമെടുപ്പ്. അപ്പൊ കിഫ്ബിയുടെ കടമെടുപ്പിനെ പറ്റി ഡോക്ടർ തോമസ് ഐസക്കും ഗവൺമെന്റും ശ്രീ ബാലഗോപാലും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെന്റ് എന്താണ്? കിഫ്ബി ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണ്. കിഫ്ബി ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണ് എന്ന് പറയുമ്പോൾ CAG ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതുപോലെ റിസർവ് ബാങ്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിർമ്മല സീതാരാമൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? എവിടെ നിന്നാണ് ഇതിന്റെ പലിശയും അതിന്റെ അവസാനത്തെ മുതലും കൊടുക്കേണ്ടത്, പ്രിൻസിപ്പൽ സമ്മും തിരിച്ചടയ്ക്കേണ്ടത്? അതിനുവേണ്ടി ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തു. എന്താണ് ആ ഫണ്ടിന്റെ? ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, അതായത് കിഫ്ബി എങ്ങനെ ബജറ്റിന് പുറത്താകും? ആ ചോദ്യമാണ് എല്ലാവരും ചോദിച്ചത്. അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കേന്ദ്ര ധന വിഭാഗം ഒക്കെ ചോദിച്ചത് ഈ ചോദ്യമാണ്, എങ്ങനെ ബജറ്റിന് പുറത്താകും? കാരണം അവർ ചോദിക്കുന്നത് ഇതിന് പലിശ കൊടുക്കാൻ വേണ്ടിയല്ലേ 1% ഇന്ധന സെസ്. ഡോക്ടർ തോമസ് ഐസക് 2016-17 കിഫ്ബി ഫോം ചെയ്തപ്പോൾ തന്നെ 1% ഇന്ധന സെസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തി. അത് നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്, ഖജനാവിലേക്കല്ല. എന്ന് വെച്ചാൽ ഈ ബജറ്റ്, ഖജനാവ്, ഈ പറയപ്പെട്ട കിഫ്ബി ഒക്കെ തമ്മിൽ ഒരു പൊക്കിൾ കൂടി ബന്ധം വന്നു കഴിഞ്ഞില്ലേ അപ്പോൾ തന്നെ. അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50% നേരെ പോകുന്നത്, അത് ഡോക്ടർ ഐസക്കിന്റെ 2016-17 ബജറ്റിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 50% ആദ്യത്തെ 2 വർഷം 50% ഇല്ലായിരുന്നു, അത് കുറേശ്ശെ കൂടി 50%-ത്തിലെത്തി. 50% അന്ന് മുതൽ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക്. അപ്പം അതായത് ഖജനാവിലേക്ക് പോകേണ്ട പണം കിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ബജറ്റിനകത്ത് വരേണ്ടത് തന്നെയാണ് എന്ന് ന്യായം. അപ്പൊ അങ്ങനെയാണ് CAGയും ഒക്കെ അതിനെ കാണുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതിനെ കാണുന്നത്. ഇനി രണ്ടാമത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്, അതാണെങ്കിലും വാങ്ങിയ പൈസയും പലിശയും കൊടുക്കണം. എവിടെ നിന്ന് കൊടുക്കും? ബജറ്റിനകത്ത് തന്നെ കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ അവസാനം കേരളം വലിയ കടുത്ത ധനപ്രതിസന്ധിയായ ഒരു ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചില കാര്യങ്ങൾ തീരുമാനിച്ചു. ഇനി കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുക്കുന്ന കടം ബജറ്റിനകത്തെ കടം എന്ന് വെച്ചാൽ ബജറ്റിനകത്ത് അനുവദിച്ചിരിക്കുന്ന GSDPയുടെ 3% കടം എന്ന ആ 3%-നകത്ത് ഇവ വഴി എടുക്കുന്ന കടവും വരണം. അപ്പം അതിനുശേഷം അത് ഒഴിച്ചു മാത്രമേ വേറെ കടം എടുക്കാൻ നിവൃത്തിയുള്ളൂ എന്ന് വന്നു. അപ്പൊ ശ്രീ ബാലഗോപാല് നിർമ്മല സീതാരാമന്റെ മുൻപില്
ഇപ്പോ ശനിയാഴ്ച GST കൗൺസിലിൽ വെച്ച ഇത് കണക്കിതാണ്. അതായത് 2022-23 ധനവർഷം തൊട്ട് 3140.7 കോടി എന്ന ക്രമത്തിൽ ഈ പറയപ്പെട്ട, അതായത് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്ത കടം തീരുന്നത് വരെ ഓരോ വർഷവും 3140.7 കോടി വീതം, അതായത് അനുവദിച്ചിരിക്കുന്ന 3% കടത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കണം. ബാക്കിയേ കടം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം വലിയ പ്രശ്നമൊക്കെ, ധനവർഷം മുഴുവനും കടം ഒരു ചർച്ചാ വിഷയമായത് ഇതുപോലെയുള്ള പിടുത്തം തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ ഈ 3140.7 കോടി വീതം 2022-23 മുതൽ, അതായത് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിലാണ് 2022-23 കഴിഞ്ഞ വർഷം പിടിച്ചത്. 23-24, 24-25, 25-26 ഈ ഇങ്ങനെയുള്ള വർഷങ്ങൾ 25-26 വരെ ഈ ഗവൺമെന്റ് ഉള്ളല്ലോ, അതിനോടുകൂടി അത് തീരണമെന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ കടം സ്പ്രെഡ് ഔട്ട് ചെയ്ത് തീർക്കാനാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ കടമെടുക്കൽ 3% കടമെടുക്കൽ എന്ന് പറയുന്നത് വളരെ ഞെരുങ്ങിപ്പോകും. സംസ്ഥാനത്തിന് നിന്ന് തിരിയാൻ പറ്റില്ല, ഫിസ്ക്കലായിട്ട് വലിയ പ്രശ്നത്തിലാകും. ഞങ്ങളുടെ പദ്ധതികളൊക്കെ നടപ്പാക്കാതെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഈ 24,000 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ദേശീയ പാതാ വികസനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഡിമാൻഡും കൂടി അദ്ദേഹം വെച്ചിരിക്കുന്നത്, ഈ 3% കടമെടുക്കാം, GSDPയുടെ 3% കടമെടുക്കാം എന്ന് പറയുന്നതിന്റെ അകത്തു നിന്നാണ് ഈ പറയപ്പെട്ട 3140.7 കോടി വീതം ഓരോ വർഷവും വെട്ടിക്കുറയ്ക്കുന്നത്. അതുകൊണ്ട് അതിനെ പകരം വെക്കാൻ വേണ്ടി എന്താണ് വേണ്ടത്? അതിന് 0.5% കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം. 3%, GSDPയുടെ 3% എന്നുള്ളത് GSDPയുടെ 3.5% വർദ്ധിപ്പിച്ച് കടമെടുക്കാൻ അനുവദിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഒക്കെ നിർത്തിക്കളഞ്ഞതുകൊണ്ട് ഇതുപോലെ ഒരു സാഹചര്യം സൃഷ്ടിച്ച ഒരു സ്പെഷ്യൽ പാക്കേജ് നൽകിയാൽ മാത്രമേ സംസ്ഥാനത്തിന് നോർമലായിട്ട് മുൻപോട്ട് പോകാൻ പറ്റൂ എന്നാണ് മിസ്റ്റർ ബാലഗോപാൽ പറഞ്ഞത്. അപ്പൊ ഈ 24,000 കോടിയുടെ സ്പെഷ്യൽ പാക്കേജിന്റെ റീസൺസ് ആണ് കിഫ്ബി, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് ഇതൊക്കെ നിർത്തലാക്കിയിട്ടില്ല. അതുവഴി കടം എടുക്കാം. പക്ഷെ ആ എടുക്കുന്ന കടം ബജറ്റിന് നോർമലായിട്ട് എടുക്കാവുന്ന 3% കടത്തിനകത്ത് വന്നിരിക്കണം. അങ്ങനെ വരുമ്പോഴേക്കും ഞെരുക്കമാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഞെരുക്കമാകും എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളം കടമെടുക്കുന്നത് എന്തിനായിട്ടായിരിക്കണം എന്നാണ് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്? മൂലധന ചെലവിന് വേണ്ടി. പക്ഷേ കേരളം കടമെടുക്കുന്നതിന്റെ ഏകദേശം 82% വരെ ശമ്പളം, പെൻഷൻ, പലിശ ഇത് കൊടുക്കാൻ വേണ്ടിയാണ് പല വർഷങ്ങളിലും, എല്ലാ വർഷങ്ങളിലും 82%, ചില വർഷങ്ങളിൽ 38% മുതൽ 82% വരെയും ചെലവഴിക്കുന്നത് ഈ ശമ്പളം, പെൻഷൻ, പലിശ ഇവയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, മൂലധന ചെലവിന് വേണ്ടി അല്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയ ബാധ്യതയായി തീരും. ഇത് പെരുകി നമ്മളെ കടക്കണിയിൽ തന്നെ കൊണ്ടെത്തിക്കും. അങ്ങനെ കൊണ്ടെത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ്, അപ്പോൾ നമ്മൾ ഇത് ഫെഡറൽസിനെതിരാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് വാദിക്കുന്നത് കടമെടുപ്പിൽ പരിധി നിശ്ചയിക്കുന്നത് അതായത് ഫെഡറൽ പ്രിൻസിപ്പിൾസിനെതിരാണ് എന്നാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 1998 കേന്ദ്ര ശമ്പള പരിഷ്കരണവും അതിനെ തുടർന്നുണ്ടായ ധനപ്രതിസന്ധി, എല്ലാ സംസ്ഥാനങ്ങളിലും ശമ്പള പരിഷ്കരണം നടത്തി 40% മുതൽ 60% വരെ വർധനവോടുകൂടി. അതേ തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ധനപ്രതിസന്ധി രൂക്ഷമായി. അങ്ങനെ രൂക്ഷമായ സമയത്താണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്നത്. ആ ആക്ടിലാണ് GSDPയുടെ 3% കടമെടുക്കാവൂ എന്ന നിബന്ധന കൊണ്ടുവന്നത്. ആ നിബന്ധന കൊണ്ടുവന്നത് ഫെഡറൽ പ്രിൻസിപ്പിൾസിന് എഗൻസ്റ്റ് അല്ല. അതായത് സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകൾ കടക്കണിയിലേക്ക് പോകാൻ വേണ്ടി എടുത്ത ഒരു സുരക്ഷാ മാർഗമാണ് ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. അക്കാര്യം എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് അതിനു ഉപരി കടമെടുത്ത് മുൻപോട്ട് പോകാം എന്ന് വിചാരിക്കുന്നത്. അതിൽപ്പെട്ടതാണ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പക്ഷേ
ഈ മമതാ ബാനർജി സൃഷ്ടിച്ച പ്രശ്നമല്ല. 35 വർഷം തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ കൊണ്ടുവന്ന ഗതികേടാണ് അവിടുത്തെ ഈ ഫിസ്ക്കൽ ക്രൈസിസ്. ആ ഫിസ്ക്കൽ ക്രൈസിസിൽ നിന്ന് കരകയറാൻ വേണ്ടി മമതാ ബാനർജി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പറ്റുന്നില്ല. ഇപ്പൊ ഇതാ 8 വർഷമായതേ ഉള്ളൂ പിണറായി വിജയൻ ഗവൺമെന്റ് LDF തുടർച്ചയായിട്ട് ഭരിക്കാൻ തുടങ്ങി. കേരളവും അതുപോലെ വലിയ ഫിസ്ക്കൽ ക്രൈസിസിലാണ്. ഇനി ഇവര് 10 വർഷം പൂർത്തിയാക്കി ഇറങ്ങുമ്പോഴേക്കും എന്താണ് സംഭവിക്കാനിരിക്കുന്ന കേരളത്തിന് എന്ന് നമുക്കൊരു പിടിയുമില്ല. എന്തായാലും അതായത് ധനമന്ത്രി ശ്രീ ബാലഗോപാൽ ഇപ്പോഴത്തെ ഈ ധനപ്രതിസന്ധിക്ക് കാരണം ഞാനാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ കണ്ടത്. പക്ഷെ അദ്ദേഹമാണ് ഇതിന്റെ കാരണമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നെ പോലുള്ളവർക്ക് തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് എല്ലാ തീരുമാനങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒറ്റ വ്യക്തിയിലേക്കാണ്. ഏകാധിപത്യ സ്വഭാവം അനുസരിച്ച് ഉള്ള ഒരു ഏകീകരണമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ധനവകുപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഖജനാവിലേക്ക് വരുന്ന പണം, ഓരോ വകുപ്പുകളിലേക്ക് കൊടുക്കേണ്ട പണം എങ്ങനെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ ധനവകുപ്പിന് വലിയ റോൾ ഇല്ലെന്നാണ് എന്നെ പോലുള്ളവർ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മറ്റു വകുപ്പുകളുടെ പണത്തിന്റെ കാര്യത്തിൽ ധനവകുപ്പ് കൈയിടാൻ പാടില്ല എന്ന്. അത് തന്നെ എന്ത് വലിയ ഒരു തമാശയാണെന്നറിയാമോ? കാരണം ധനവകുപ്പ് അറിയാതെ ഇഷ്ടപ്പെട്ടതുപോലെ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ട് മാറ്റിക്കൊണ്ടൊക്കെ ചെലവഴിക്കാനുള്ള സാഹചര്യം വകുപ്പുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കേരളം എന്ന് കടക്കണിയിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ധനവകുപ്പ് ശക്തമായിരിക്കണം. കർശനമായ നടപടികളുമായിട്ട് ധനവകുപ്പ് ഓരോ പൈസയും ചെലവഴിക്കുമ്പോൾ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഇത് നികുതി പണമാണ്, ഇത് ജനങ്ങളുടെ പണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെലവഴിപ്പിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടെ ധനവകുപ്പ് നീങ്ങിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഒരാശ്വാസം ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് കേരള സംസ്ഥാനത്തിന് ലഭ്യമാവുകയുള്ളൂ എന്ന കാര്യം സംസ്ഥാന ഗവൺമെന്റും ധനവകുപ്പും ഒക്കെ ഓർത്തിരിക്കുന്നത് കൊള്ളാം. ആ ബോധം ഗവൺമെന്റിന് ഉണ്ടായില്ലെങ്കിൽ നാം പൗരജനം അത് മനസ്സിലാക്കുകയും സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻപിൽ അത് ശക്തമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യണം.